റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി വിവരിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വമിൻ ദൂനിഹിമാ ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ ഗുണങ്ങൾ അതിൽ താഴെയുള്ള രണ്ട് സ്വർഗങ്ങളെക്കാളും മുന്തിയതാണെന്ന് പറയുന്ന സൂറത്തു റഹ്മാനിന്റെ അവസാനത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറയുടെ ആശയങ്ങൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വർഗീയ ചിന്തകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുന്നവയാണ്. കാരണം ഈ സൂറത്തിന്റെ പേരെന്നെ സൂറത്തു റഹ്മാൻ. അള്ളാഹുവിനെ പേടിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ, സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നത് എല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. അള്ളാഹുവിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷ വേണം. എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ രക്ഷിക്കും എന്നെ വിചാരിക്കണം. അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗവാസികളായ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു. അലാ ഉഖ്ബിറുക്കും ബിനിസാഇൽ ജന്ന, സ്വർഗത്തിലെ തരുണീമണികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കുല്ലു വദൂദിൻ വലൂദിൻ, നല്ല സ്നേഹമുള്ളവൾ, പ്രസവിക്കുന്നവൾ, ഇദാ ഗളിബത് ഔ ഉസിഅ ഇലൈഹാ ഔ ഗളിബ സൗജുഹാ ഖാലത് ഹാദിഹി യദി ഫി യദിക് ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർളാ. അവൾക്ക് ദേഷ്യം വന്നു, ഭർത്താവല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു. അവൾ അവളുടെ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയുന്നു, എന്ത്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറക്കം എനിക്ക് കഴിയില്ല, എന്റെ കണ്ണ് ഉറക്കം കൊണ്ട് സുറുമയിടില്ല എന്നാണ് വാക്ക്. ലാ യക്തഹിലു ബിഗംദിൻ, കണ്ണ് ചിമ്മിയിട്ട് ഒരു സുറുമ കൊള്ളാൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ഉറക്കിന്റെ തണുപ്പ് കിട്ടാൻ അല്ലെങ്കിൽ ഉറക്കനുഭവിക്കാൻ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കെ എനിക്ക് കഴിയൂല എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, ആണുങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ കുറെ പണിയുണ്ട്. ഉമ്മാനെ വാപ്പാനെ നോക്കണം, കുട്ടികളെ വളർത്തണം, അവർക്കുള്ള ചികിത്സ, ഭക്ഷണം, താമസം, വസ്ത്രം ഇതൊക്കെ കൊടുക്കണം. വീട്ടില് കൈ കെട്ടിയിരുന്നാൽ പോരാ, പോയി ജോലി എടുക്കണം. ഒരുപാട്. പെണ്ണുങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതും ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണമെന്നോലും ഉണ്ടൂല. കാരണം ഇത് ഭയങ്കര എളുപ്പമുള്ള ഏർപ്പാടാണേ. അല്ലാത്തടത്തൊക്കെ ഞങ്ങൾക്കും വേണം ആണുങ്ങളെ പോലെ എന്ന് പറഞ്ഞ. അള്ളാഹു വെച്ചാൽ രണ്ട് ജെൻഡറുകളാ അള്ളാഹു പഠിച്ച റബ്ബിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. അപ്പോ അള്ളാഹു ഒരു വലിയൊരു ഭാഗം അവർക്ക് എളുപ്പാക്കി കൊടുത്തിരിക്കുകയാണ്. അവരൊരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു ഒരുപാട് ഭാഗം അവർക്ക് എളുപ്പാക്കി കൊടുത്തു. കേട്ടെ, നമുക്ക് ആർക്കും അസൂയ വേണ്ട, അല്ലെ? അവർ ചെയ്യുന്ന ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള വിഷയമാണ് രക്തസാക്ഷിത്വം, ഷഹാദത്ത്, മാർച്ചിടർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്ന്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുന്ന ഒരു ഭാഗം ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസനായ ഹദീസ, ഹസനഹുൽ അൽബാനി. അപ്പോ അൽ ഖത്ലു ഫീ സബീലില്ലാഹി അസ്സ വജല്ല ഷഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നത് ഷഹാദത്ത, നമുക്കൊക്കെ അറിയും. അത്വാഊനു ഷഹാദത്തുൻ, പ്ലാഗ് രോഗം പിടിപെടുന്നത് രക്തസാക്ഷിത്വമാണ്. എപ്പിഡമിക്സ്, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. വൽ ഗർഖു ഷഹാദ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് രക്തസാക്ഷിത്വമാണ്. അതൊക്കെ മുഅ്മിനീങ്ങളെ പറ്റി, ഈമാനുള്ളവരെ പറ്റി. വൽ ബത്നു ഷഹാദ, വയറിന് അസുഖം വന്ന് മരിക്കുന്നത് ഒരർത്ഥം. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിൽ അസുഖം വന്ന് ഉള്ളിലെ ഒരു ക്ഷതം, ലിവർ, കിഡ്നി, പാൻക്രിയാസ് എന്തോ ആകട്ടെ, ബ്രെയിനിന്റെ ഉള്ളിലോ ശരീരത്തിന്റെ ഉള്ളിൽ. ബത്ൻ എന്ന് പറഞ്ഞാൽ ലാഹിറിന്റെ ഓപ്പോസിറ്റാണ്. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല, കൈമുറിഞ്ഞിട്ടല്ല, ഉള്ളിൽ എന്തോ ഒരു അസുഖം വന്നതാണ്. അങ്ങനെ മരിക്കുന്നത് ഷഹാദത്തുൻ, രക്തസാക്ഷിത്വമാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഷഹീദ്, ഷഹാദത്തിന്റെ കൂലി കിട്ടുന്നതാണ്. നമുക്ക് ഭയങ്കര വിഷമാണ്, അത് അനുഭവിക്കുന്നത് കാണുന്നത് നമുക്ക് വിഷമാണ്. അള്ളാഹു എന്റെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയേക്കാം. പക്ഷെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കണ്ടാൽ
നാളെ അത് അനുഭവിക്കാത്തവർ പറഞ്ഞേക്കും, യാ അള്ളാഹ്, ദുന്യാവിൽ എന്നെയൊന്ന് കഷ്ടപ്പെടുത്തിക്കൂടായിരുന്നോ? കുറച്ചല്ലേ അത് വേണ്ടിയിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ എനിക്ക് അവിടെ കഷ്ടപ്പാട് തന്നൂടായിരുന്നു റബ്ബേ എന്ന് മറ്റുള്ളവർ അസൂയപ്പെടുമാർ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വൽ മബ്തൂലു ഷഹീദ് വന്നുഫസാഉ ഷഹാദ. പ്രസവിച്ചതിന് ശേഷം പ്രസവത്തിൽ മരിച്ചു പോകുന്ന പെണ്ണ്, ബ്ലീഡിംഗ് ആയിട്ടോ അല്ലാതെയോ ഒരു പെണ്ണങ്ങ് മരിച്ചുപോയി, പ്രസവിച്ചതാണ്, പ്രസവത്തിൽ മരിച്ചു. ഷഹാദത്തുൻ, അത് രക്തസാക്ഷിത്വമാണ്. യജുറുഹാ വലദുഹാ ബിസുറൂരിഹാ ഇലൽ ജന്ന. ഉമ്മയിൽ നിന്ന് വേർപെട്ട് വരുന്ന ആ പൊക്കിൾ കൊടി പിടിച്ചിട്ട് ഉമ്മയെ സ്വർഗത്തിലേക്ക് കുഞ്ഞുനാളെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവത്തില് ഒരു പെണ്ണ് മരിച്ചാൽ നമ്മൾ ഡോക്ടർമാരെ പോയി തല്ലും, അല്ലേ? പ്രസവത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ചു, നമ്മൾ അപ്പൊ ചാനലേറെ വിളിച്ചോണ്ട് വന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രസവങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടുവന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും കൈപ്പിഴം തന്നെ സംഭവിക്കുക എന്ന് വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. നമുക്ക് വഴക്കാറില്ലേ? ഡ്രൈവ് ചെയ്യുന്നവൻ ആക്സിഡന്റ് ആക്കുന്നില്ലേ? ജോലികൾ ചെയ്യുന്ന ആൾക്ക് പിഴവ് സംഭവിക്കണില്ലേ? ഡോക്ടർമാർക്ക് വന്നാൽ അവരെ തല്ലിക്കൊല്ല. എന്ത് നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നത്. ഊണ് ഉറക്കില്ലാതെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. എപ്പോ വിളിച്ചാലും ഈ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്, നട്ടപ്പാതിരാക്കും വരെ എഴുന്നേറ്റ് വരണം, രാവിലെ അപ്പോയിന്റ്മെന്റ് അവർക്കുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു രക്തസാക്ഷിത്വം അള്ളാഹു എന്റെ പെങ്ങൾക്ക് നൽകി, അല്ലെങ്കിൽ എന്റെ മകൾക്ക് അള്ളാഹു രക്തസാക്ഷിത്വം നൽകി, എന്റെ ഭാര്യയ്ക്ക് റബ്ബ് രക്തസാക്ഷിത്വം കൊടുത്തിരിക്കണം എന്ന് ചിന്തിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സമാധാനിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. അടിക്കലും തകർക്കലും ഇതൊന്നൊരു പരിഹാരമല്ലോ. നമ്മുടെ ഒരു ഇമോഷനുകൾ പ്രകടിപ്പിച്ചു എന്നല്ലാണ്ട് അങ്ങനെ ചെയ്താൽ അതിൽ സബ്ർ ചെയ്തില്ല, നമ്മൾ ക്ഷമിച്ചില്ല, അത് കുറ്റകരമാണ്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അതിന് ഒരാളുടെ കൈപ്പിഴ കാരണമായേക്കും, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ. രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലമാണ് പ്രസവത്തിൽ മരിക്കുന്നവൾക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞ് ഉമ്മ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഉമ്മയെ പിടിച്ചുകൊണ്ടുപോകും. മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കസ്റ്റഡിയിലാണെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാം ആകാശത്ത് എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബിയുടെ കൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, ഈ കുഞ്ഞുങ്ങളൊക്കെ ആരാണ്? പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉമ്മത്തികളിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളാണിത്, സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. ആലിമീങ്ങൾ പറയും, കുഞ്ഞുങ്ങളെ നോക്കുക, ബേബി സിറ്റിംഗ് എന്നല്ലേ പറയാ, കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളാ. അവര് ദുനിയാവിൽ ജനിച്ചപ്പോഴേ മരിച്ചവരാണ്, അല്ലെങ്കിൽ ജന്മം കഴിഞ്ഞ് ഉടനെ മരിച്ചവരാണ്. അവര് സ്വർഗത്തിൽ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നവരാണ്. അവരെ ആ നേരം വരെ വളർത്തുന്നത്, നോക്കി പരിപാലിക്കുന്നത് ആരാണ്? ഷൈഖുൽ അംബിയ സയ്യിദുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. കുഞ്ഞുങ്ങൾ മരിച്ചാലുള്ള പ്രതിഫലം അത് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം.